പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ ചർച്ച ചെയ്യുമ്പോൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്കൻ പെൻഡഗൻ അധികൃതർ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇന്റലിജൻസ് ഘടകങ്ങൾ ഇസ്രായേലും ഒപ്പം അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിയും പെൻഡഗണിന്റെ ഔദ്യോഗിക ഇന്റലിജൻസ് വിഭാഗവുമാണ് ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്തത് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അത് അമേരിക്ക ഇറാനായി ആക്രമിക്കുവാനുള്ള സാധ്യതകളുടെ ഒരു വ്യാപ്തിയെ കാണിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നത്. പ്രത്യേകിച്ചും ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ഇറാൻ്റേത് ആക്രമിക്കേണ്ടത് എന്ന വ്യക്തമായ രൂപരേഖ തയ്യാറാക്കപ്പെട്ടു എന്ന വിവരങ്ങൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതുമായി ചേർത്ത് വെക്കേണ്ടത്. USS ഡെൽബെറ്റ് ഇ ബ്ലാക്ക് എന്ന് പറയുന്ന മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി അമേരിക്ക ഇപ്പോൾ ഇറാന്റെ തീരത്തേക്ക് അയക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ 10 യുദ്ധക്കപ്പലുകൾ അമേരിക്കയുടേതായി ഇറാന്റെ തീരത്തേക്ക് വന്നിട്ടുണ്ട് എന്നതും ഈ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത് ബ്രസൽസിൽ കൂടിയ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇറാനിലെ ആഭ്യന്തര സൈനിക വിഭാഗമായ IRGCയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഏറ്റവും വലിയ വിരോധാഭാസവും നമ്മളെ ചിരി പടർത്തുന്ന ഒരു സംഗതിയുമാണ്. കാരണം നമ്മൾ ഗസ അധിനിവേശ സമയത്ത്, ഇസ്രായേലിന്റെ ഗസ അധിനിവേശ സമയത്ത് ഇസ്രായേൽ സൈന്യം ഗസയിൽ നടത്തുന്ന പച്ചയായ അധിനിവേശങ്ങൾ കണ്ടവരാണ്, വായിച്ചവരാണ്. ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടവരാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മനുഷ്യവേട്ടകൾ. പ്രത്യേകിച്ചും ഗസയിലെ ഏക ഫെർട്ടിലിറ്റി കേന്ദ്രം ഇസ്രായേലി സൈന്യം ഈ ഗസ അധിനിവേശത്തിന്റെ സമയത്ത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നശിപ്പിക്കപ്പെട്ടത്, ഇസ്രായേൽ സൈന്യത്താൽ നശിപ്പിക്കപ്പെട്ടത് നൂറുകണക്കിന് ഭ്രൂണങ്ങളാണെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭ്രൂണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ്. മാത്രമല്ല, ഗസയിൽ ഈ ആളുകളെയൊക്കെ പട്ടിണിക്കിടുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഇനിയൊരു തലമുറ ജനിച്ചു വീഴരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇസ്രായേലി സൈന്യം പർപ്പസ്ഫുള്ളി ഗസയിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ഗർഭസമയത്ത് കുട്ടികൾക്ക് വൈറ്റമിനുകളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി ഗർഭിണികൾ കഴിക്കേണ്ട ഗുളികകൾ അത് ഗസയിൽ എത്താതിരിക്കുവാൻ പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യം ലഭിക്കുന്ന രീതിയിൽ കഴിക്കേണ്ടുന്ന വൈറ്റമിനുകളൊക്കെയും ഇസ്രായേൽ ആ സമയത്ത് തടഞ്ഞിരുന്നു. മാത്രമല്ല, ഗർഭിണികൾ പ്രസവശേഷം അവരുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഴിക്കുന്ന വൈറ്റമിനുകൾ, മരുന്നുകളൊക്കെയും ഇസ്രായേൽ ഉപരോധിച്ചിരുന്നു. കുട്ടികൾക്ക് ആവശ്യമായ പോഷക മൂല്യങ്ങൾ എത്താതിരിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങളുമൊക്കെ ഇസ്രായേൽ നടത്തിയിരുന്നു. അതായത് പർപ്പസ്ഫുള്ളി ഗസയിൽ ഒരു പുതിയ തലമുറ ജനിച്ചു വീഴരുത്, ആ തലമുറ ഗസയുടെ ഉദാത്തമായ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുത് എന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെ വംശീയ ഉന്മൂലീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗസയിൽ ഇസ്രായേൽ സേന നടത്തിയിരുന്നു എന്നത് വ്യക്തവും ശക്തവുമായ ഉദാഹരണങ്ങൾ സഹിതം അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു, അംഗീകരിച്ചിരുന്നു. മാർപ്പാപ്പയെ പോലെയുള്ള അന്തർദേശീയ നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന് അങ്ങനെ ഒരു ഭീകരവാദ പട്ടം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ മന്ത്രിമാരോ ഒന്നും ചാർത്തി കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇറാന്റെ IRGCക്ക് അങ്ങനെ ഒരു പട്ടം, ഭീകരവാദ പട്ടം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചാർത്തി കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും അവരവിടെ ഉണ്ടായിരുന്ന കലാപങ്ങളെ, ഇറാനിലുണ്ടായ കലാപങ്ങളെ അടിച്ചമർത്തി എന്നത് നിഷേധിക്കുന്നില്ല, അവരെ ന്യായീകരിക്കുന്നുമില്ല. പക്ഷേ അത് അവരുടെ ഒരു രാജ്യത്തിനകത്ത് നടന്ന കലാപങ്ങൾക്കിടയിൽ പ്രതിരോധമായിട്ട് നമുക്ക് ന്യായീകരിക്കപ്പെടാം. കാരണം മിക്ക രാജ്യങ്ങളും ആ രാജ്യത്തിൽ അകത്ത് നടക്കുന്ന കലാപങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നേരിടേണ്ടതുള്ളത്. പക്ഷേ മറ്റൊരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തെ ജനതയെ വംശീയ ഉന്മൂലീകരണം ചെയ്ത ഇസ്രായേൽ ന്യായീകരിക്കപ്പെടുകയും മറ്റൊരു രാജ്യം ഭീകരവാദ പട്ടം ചാർത്ത കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിരോധാഭാസം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ലോകം ഇരട്ട നീതിയിലാണ് വിശ്വസിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകുന്ന സന്ദർഭങ്ങളാണിത്. അത് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പഴയ ഒരു സാമ്രാജ്യത്വ അല്ലെങ്കിൽ സയനിസ്റ്റ് രീതികൾ ലോകത്ത് തിരികെ വരുന്നു എന്ന രീതിയിൽ സംശയമുളവാക്കുന്ന ചില നീക്കങ്ങൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും തന്ത്രം എന്ന് പറയുന്നത് ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതാണ്.
അപ്പോൾ അവിടെ ഇപ്പോൾ ഇറാൻ സൈന്യം അടിച്ചമർത്തിയിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊള്ളും, അതിന് തിരികൊളുത്തപ്പെടും എന്നാണ് ഇസ്രായേലിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയെങ്കിൽ അവിടെ ഖൊമൈനി ഭരണകൂടം അട്ടിമറിക്കപ്പെടും എന്ന് ആണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. അത് പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. ലോകത്തെ പ്രമുഖരായ പ്രതിരോധ വിദഗ്ധരൊക്കെ ഇതിനുള്ളൊരു സാധ്യത തള്ളിക്കളയുകയാണ്. കാരണം ഇറാൻ ഇപ്പോഴും ശക്തമാണ്. അവർക്ക് ഇസ്രായേലിനെയോ അമേരിക്കയുടെയോ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ വരുന്നത്. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച്, സാങ്കേതികം ഉപയോഗിച്ച് ഇറാൻ്റെ മിസൈലുകളോ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളോ ഒക്കെ ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ, ജാമറുകൾ ഉപയോഗിച്ച് അത് നിർവീര്യമാക്കി കളഞ്ഞാൽ ഇറാൻ കുടുങ്ങും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉരുത്തിരിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവർക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. കാരണം ഇറാൻ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഒരു TV അവതാരകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായി നിങ്ങൾ ഭയക്കുന്നത് അല്ലെങ്കിൽ ശത്രു ആരാണെന്ന് ചോദിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഇറാനെയാണെന്ന്. കാരണം ഇറാനെ അത്രത്തോളം ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ ഇറാൻ്റെ ഒരു ശാക്തിക ബലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ്റെ പ്രോക്സികളെ ഒക്കെയും നമ്പറിട്ട് ലോക്ക് ചെയ്ത് നശിപ്പിച്ച് പോകുന്നത്. ഹിസ്ബുള്ളയെ അവരുടെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നത്, വാക്കി ടോക്കി സ്ഫോടനങ്ങളുടെ അവരുടെ നേതാക്കന്മാരെ കൊല്ലുന്നത്, അസദ് സിറിയയിൽ ഇറാൻ അനുകൂല ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇസ്രായേൽ അനുകൂല ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്തെന്ന് വെച്ചാൽ പ്രോക്സികൾക്ക് പഴയതുപോലെ ആയുധങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ പ്രോക്സികളും ഇറാനും ചേർന്നുള്ളൊരു യുദ്ധം ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല എന്നതാണ്. അതുകൊണ്ടാണ് പ്രോക്സികളെയൊക്കെയും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കുന്നതിന് ശ്രമിച്ചത്. ഇസ്രായേൽ എപ്പോഴും ഭയപ്പെട്ടിരുന്നത് ഒരു ഇറാനും പ്രോക്സികളും ഒന്നിച്ചു ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ കാണുന്ന ഒരു വിശകലനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ അവരുടെ പ്രോക്സികൾക്ക് ആയുധങ്ങൾ എത്തിക്കുവാൻ കഴിയുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. പഴയതുപോലെയല്ല, ഇറാന് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കും അതുപോലെ യമനിലെ ഹൂതികൾക്കും ഒക്കെ ആയുധങ്ങൾ എത്തിക്കുവാൻ കഴിയുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഒരു തലത്തിലല്ല മറ്റൊരു തലത്തേക്ക് വ്യാപിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. പഴയതുപോലെ ഈ പ്രോക്സികൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അവരും യുദ്ധത്തിൻ്റെ ഭാഗമാകും. അവരും ഈ ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഒപ്പം നീങ്ങും എന്ന ചില വിശകലനങ്ങളുമൊക്കെ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. എന്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ യുദ്ധസാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളും ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ 10 കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ആ മേഖലയെ കൂടുതൽ യുദ്ധ ഭയത്തിലേക്ക് തള്ളിവിടുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.